അന്ധകാരത്തിന്റെ അധികാരത്തിന്റെ കീഴിലൂടെ, ഇരുളിന്റെ വാഴ്ചയുടെ കീഴിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും കാണുകയില്ല. ദൈവപുത്രനായ യേശു തന്നെ പരസ്യമായി വിസ്തരിക്കപ്പെടുന്ന സമയത്ത് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് അന്ധകാരത്തിന്റെ നാഴികയാകുന്നു. ആ നാഴികയിലൂടെ കടന്നു പോകുവാൻ യേശുവിനെ പിതാവായ ദൈവം ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ സാത്താന്യ അധികാരങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഒരുപാട് പേര് വിളിച്ച് ദൈവം അവരോട് സംസാരിക്കുന്ന ദൂത് ദിവസം പ്രതി ദൈവം സംസാരിക്കുന്നുവെന്ന് അറിയിക്കാറുണ്ട്. അത് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. ഒത്തിരി പേർക്ക് ദൈവം സൗഖ്യം നൽകുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് തരുന്ന ശബ്ദം, ദൈവത്തിന്റെ ആലോചന നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇന്ന് കർത്താവ് ഇടപെട്ടത്, നിങ്ങളുടെ വീട് ഇരുട്ടിൽ കഴിയേണ്ടതല്ല, നിങ്ങൾ അന്ധകാരത്തിന്റെ കീഴിൽ തുടരേണ്ടവരല്ല. ദൈവം ഒന്ന് കടത്തിവിടും. ആ കടത്തിവിടുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ദൈവികമായി വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. ഹല്ലേലൂയ. ഒത്തിരി ഭവനങ്ങൾ, അനേകം ഭവനങ്ങൾ കാലങ്ങളായി, ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ അല്ല, കാലങ്ങളായി ഇരുട്ടിന്റെ അധികാരത്തിന് കീഴിൽ കിടക്കുക. അത് ഞാൻ പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം അന്ധവിശ്വാസമാണ്. ശരിയായ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്തും വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം. എന്തും വിശ്വസിക്കുക. സത്യം അറിയാത്തത് കൊണ്ടും ശരിയായ വിശ്വാസം അറിയാത്തത് കൊണ്ട് എന്ത് വിശ്വസിക്കണം എന്നറിയാത്തവർ എന്തിനേയും വിശ്വസിക്കുക. സത്യവചനത്തെ മുറുകെ പിടിക്കുമ്പോഴേ സത്യത്തെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ സത്യവുമായി പൊരുത്തപ്പെടാത്തതാണെന്ന് തിരിച്ചറിയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇരുളിൽ കിടക്കുന്നവരെന്ന് പറയുന്നത്, ഒന്ന്, അവർ സത്യവിശ്വാസം ഇല്ല, അന്ധവിശ്വാസങ്ങളിൽ കഴിയുന്നവരാണ്. കാരണം ഈ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കിയിരിക്കുന്നു. ദൈവപ്രതിമയായ യേശുവിന്റെ, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4:4. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അന്ധവിശ്വാസങ്ങളിൽ കഴിയേണ്ടി വരിക. എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല, എന്തിനാ ജീവിക്കേണ്ടതെന്ന് അറിയുന്നില്ല, ലക്ഷ്യങ്ങളൊന്നും മുൻപിലില്ല, മരിച്ചാൽ മതി എന്ന് എപ്പോഴെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് ഇരുട്ടിന്റെ വാഴ്ചയിൽ കാലങ്ങളായി കിടക്കുന്നവരാണ്. ഇരുട്ടിന്റെ വാഴ്ചയുടെ ശാപങ്ങളാണ്. ഹല്ലേലൂയ. നിരന്തരമായി രോഗികളാകുക, അത് അടുത്തൊരു വാഴ്ചയാണ്. രോഗം വിട്ടുമാറുന്നില്ല. ഒരാളുടെ മാറുമ്പോൾ അടുത്തയാളുമ്പോൾ മറ്റൊരു. വർഷങ്ങളായി നിങ്ങൾ അധ്വാനിച്ചും സമ്പാദിച്ചും ഒക്കെ ഉണ്ടാക്കിയ പണമെല്ലാം നാനാവിധമായി അങ്ങനെ പോവുകയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ട് ഉയരാൻ പറ്റുന്നില്ല. അത് മിക്കവാറും ആളുകൾക്കെല്ലാം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ വരുമാനം ഒത്തിരി ഉണ്ടായിട്ടും, വരുമാനത്തിന്റെ സ്രോതസ്സുകൾ പലതും ഉണ്ടായിട്ടും ഒരു നന്മയോ നിലനിൽക്കുന്ന ഒരു അഭിവൃദ്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തമായിട്ടൊന്ന് വാങ്ങിക്കാൻ, ഒരു സാധനം പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. പണം വരുന്നുണ്ട്. ഇതൊരു തരം ഇരുട്ടിന്റെ വാഴ്ചയാണ്. ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങളുടെ വാഴ്ച, ഇനി രോഗങ്ങളുടെ വാഴ്ച, സാമ്പത്തികമായ തകർച്ചകളുടെ, കടഭാരങ്ങളുടെ വാഴ്ചകൾ. ചില കുടുംബങ്ങളിൽ ഇതൊന്നുമല്ല, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ഭയങ്കര നിരാശ കയറി വരികയാണ്. പൈശാചിക ആക്രമണം, മാനസിക സംഘർഷങ്ങൾ, മാനസികമായ മേഖലയിൽ ഓരോരുത്തരെയും പിശാചി കെട്ടിവെച്ചിരിക്കുക. നമ്മൾ മറ്റുള്ളവർ പറയും, കളിയാക്കും, അത് മെന്റൽ ക്രാക്ക് ആണ്, അല്ലെങ്കിൽ മാനസിക രോഗമുള്ളവരുടെ വീടാണ്, വ്യക്തികളാണെന്നൊക്കെ പറയും. പക്ഷെ ഇതൊരു പൈശാചിക വാഴ്ചയാണ്. അപ്പൊ ഇങ്ങനെ പിശാചിന്റെ ഈ അന്ധകാരത്തിന്റെ വാഴ്ചയ്ക്ക് അകത്ത് കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത്. യോഹന്നാന്റെ 1 ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവന്റെ വചനം തരുമ്പോൾ നാം വെളിച്ചത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇരുള് നമ്മളിൽ നിന്നും മാറുകയാണ്. നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ പ്രകാശിപ്പിക്കാനുള്ള സത്യവെളിച്ചമാണ് യേശുവിന്റെ സുവിശേഷം, വചനം. ഈ വചനം നാം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണു തുറക്കുകയാണ്. ഇന്ന്
സന്ദർഭവശാലാകട്ടെ യാദൃച്ഛികമാകട്ടെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നതും ദൈവം നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു തരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കിടന്ന് ഉറങ്ങിയേനെ, ഇല്ലെങ്കിൽ മറ്റു ജോലികളിൽ പോയേനെ, ഇല്ലെങ്കിൽ മൊബൈൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിട്ടേനെ അല്ലേ? പക്ഷെ ഇത് കേൾക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് അവസരം നൽകിയത് നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. എന്താ തുറക്കെന്നറിയാമോ? സാത്താന്റെ അധികാരങ്ങൾ, ഇരുളിന്റെ അധികാരങ്ങൾ നിങ്ങൾ വിട്ട് മാറാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ തരും. സകല സാത്താന്റെ അധികാരങ്ങൾ ഇന്ന് ദൈവം അഴിക്കും. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സകലത്തിന് മേലെ ജയമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക്, ഞാൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു യേശുക്രിസ്തു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി, വെളിച്ചത്തിന്റെ രാജ്യത്തിലാക്കി. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എൻ്റെ രാജ്യം മാറി, ഞാൻ വെളിച്ചത്തിന്റെ മകനായി മാറി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 46-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും വിളക്കുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ ലോകത്തിൽ വെളിച്ചമായി വന്നിരിക്കുന്നു. ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്റെ വെളിച്ചം സ്വീകരിച്ച നിങ്ങൾ ഇനി ലോകത്തിന്റെ വെളിച്ചമാണ്. നോക്കിക്കോണേ. അപ്പൊ നമ്മൾ ഇനി ഇരുളിൽ വസിക്കുന്നില്ല മാത്രമല്ല, നമ്മൾ തന്നെ വെളിച്ചമാക്കി ദൈവം മാറ്റുകയാണ്. ഇതിന് എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യം കേൾക്കണം. 5-ാം അധ്യായം 8-ാം വാക്യം: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. നിങ്ങൾ വെളിച്ചം കണ്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ ഇരുട്ടിനകത്തായിരുന്നു, ഇരുട്ടായിരുന്നു നിങ്ങൾ. ഇപ്പം നിങ്ങൾ കർത്താവിൽ വെളിച്ചമാണ്. ഇന്ന് നിങ്ങൾ വെളിച്ചം കണ്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ തന്നെ വെളിച്ചമായി മാറി. കാരണം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ പ്രത്യേകത, യേശു അവരുടെ ഉള്ളിൽ വന്ന് വസിക്കുക. അപ്പോൾ അവർ വെളിച്ചമായി മാറും. ഹല്ലേലൂയ. അവർ സമാധാനമായി മാറും, അവർ സൗഖ്യമായി മാറും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ രോഗസൗഖ്യവും പാപക്ഷമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഫലമേൽപ്പിച്ച് അവർ ചെയ്യുകയല്ല. എല്ലാം വിശുദ്ധ പുരോഹിത വർഗമായി മാറുക. അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിലേക്ക് വന്നവരെല്ലാം ദൈവിക പുരോഹിത വർഗമായി മാറുക. അവർക്ക് ശുശ്രൂഷകളെല്ലാം ചെയ്യാം. ഞാൻ പറയാം, നിങ്ങൾ രോഗിയായിരുന്നു, യേശുക്രിസ്തു വന്നപ്പോൾ നിങ്ങൾ സൗഖ്യം കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നല്ല, ഇനി നിങ്ങൾക്ക് അനേകരെ സൗഖ്യമാക്കാനുള്ള കൃപാവരം ദൈവം തരും. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, ക്രിസ്തീയതയുടെ പ്രത്യേകത. കാരണം യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. നിങ്ങളെ ഭരിച്ചിരുന്ന രോഗശക്തി നിങ്ങളെ അഴിഞ്ഞു പോകുമ്പോൾ ദൈവം ആ രോഗങ്ങളുടെ മേൽ, അല്ലെ അങ്ങനെയുള്ള രോഗശക്തികളുടെ മേലുള്ള അധികാരം കൂടെ നിങ്ങൾ കൈമാറുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ശത്രുവിന്റെ സകല ബലത്തെയും, ഇരുട്ടിന്റെ സകല ബലത്തെയും ഇനി നിങ്ങൾക്ക് ചവിട്ടാനുള്ള അധികാരം തരിക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യമാണ് ഞാൻ വായിച്ചത്. ചവിട്ടാൻ, കൽക്കീഴാക്കാൻ അധികാരം. അപ്പൊ യേശു അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ അകത്തേക്ക് വെളിച്ചം വന്നു. യേശു എൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ വെളിച്ചമായി മാറിയിരിക്കുക. ഇനി എനിക്ക് പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിക്കാൻ പറ്റും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, എൻ്റെ അകത്ത് വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അത് എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന സകല ഈ വചനം കേൾക്കുമ്പോൾ പറഞ്ഞല്ലോ, വെളിച്ചം നമ്മുടെ അകത്തേക്ക് വരികയാണ്. സത്യം ഏത്, ദോഷം ഏത്, തിന്മ ഏത്, നന്മ ഏതെന്ന് തിരിച്ചറിയാനായിട്ട് വചനം നമുക്ക് നമ്മുടെ കണ്ണ് തുറന്നു വരും. അങ്ങനെ കണ്ണ് തുറക്കുമ്പോഴാണ് അന്ധവിശ്വാസങ്ങൾ നമ്മൾ മോചനം പ്രാപിക്കുന്നത്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാ, ഒത്തിരി പേര് പള്ളിയിൽ പോകുന്നവരാ, എല്ലാ കാര്യം ചെയ്യും. പക്ഷെ ബൈബിൾ വായിക്കുകയില്ല. ബൈബിൾ വായിക്കാത്തടത്തോളം കാലം നിങ്ങൾ അന്ധവിശ്വാസികളായി തുടരും. ആര് പറഞ്ഞാലും വിശ്വസിക്കും, എവിടെ പോകണമെന്ന് പറഞ്ഞാലും പോകും. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ റെഫറൻസ് എടുത്ത് അങ്ങനെയാണോ എന്ന് വായിച്ച് അത് അകത്തേക്ക് കയറ്റണം. അപ്പൊ യേശു അകത്ത് വരും. ഇതാണ് സത്യം എന്ന് മനസ്സിലാകും. സത്യം എന്തെന്ന് പറയുമ്പോൾ തന്നെ വ്യാജവേദ, അഘോഷേതാന്ന് നമുക്ക് തിരിച്ചറിവ് തരും. ആമേ. അത് നമ്മൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുകയുള്ളൂ. അങ്ങനെ വളരണം ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന് ഇഷ്ടമുള്ളത് ഏത്, ഇഷ്ടമില്ലാത്തത് ഏത്? എല്ലാം ഇഷ്ടമാണെന്നല്ല, അത് സാത്താന്റേതുണ്ട്, പിശാച് വശീകരിക്കുന്നുണ്ട്, നരകത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്, നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കാത്തതുണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിന് ഇഷ്ടമുള്ളത് എന്ത്? സമാധാനമായുള്ളത് എന്ത്?
നന്മയായിട്ടുള്ളത് എന്ത്? നിത്യജീവനിൽ നമ്മെ എത്തിക്കുന്നത് എന്ത്? ഇത് തിരിച്ചറിയണം. അത് യേശുവിന്റെ വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 പറഞ്ഞിരിക്കുന്നത് പരിചിതമായ ഒരു വാക്യമാണ്. ഇരുട്ടിൽ കിടന്ന മനുഷ്യരായ എന്നെയും നിങ്ങളെയൊക്കെ അന്ധകാരത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ ദൈവം വിളിച്ചിരിക്കുക. ഇനി ഞാൻ അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനായി ദൈവം എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാക്കി മാറ്റി, ഒരു രാജകീയ പുരോഹിത വംശമാക്കി, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി മാറ്റി. ഞാൻ ഇവിടെ കിടന്ന അന്ധകാരത്തിൽ കിടന്ന, അന്ധവിശ്വാസത്തിൽ കിടന്ന, അപ്പൊ അതിന്റെ കുറെ സ്വഭാവങ്ങളും ഫലങ്ങളും എന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വിശുദ്ധ പുരോഹിത വർഗമാക്കി ദൈവം എന്നെ മാറ്റി. ഹല്ലേലൂയ. ഇനി തന്റെ സൽഗുണങ്ങളെ, യേശുവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയാണ് എൻ്റെ പണി. നിങ്ങളിത് സ്വീകരിച്ചോ? നിങ്ങൾ ഇരുട്ടിൽ കിടന്ന് നരകിച്ച് തീരത്തില്ല. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വിടുതൽ അനുഭവിച്ച് അത് പ്രസിദ്ധപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അതാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രകാശം. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇനി നിങ്ങൾ ഇരുട്ടിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിലൂടെ ഇന്ന് നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല ഇരുളിന്റെ ശക്തികളും മാറിപ്പോകുകയാണ്. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ വചനം മുഴുവൻ വായിക്കണം, വചനം കേൾക്കണം. ഈ പറയുന്ന റെഫറൻസുകൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആ വചനം വായിക്കണം. ആ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിഴൽ മാറും, നിങ്ങളുടെ ഹൃദയത്തിൽ നിഴൽ മാറും, മരണചിന്ത മാറും. ദാവീദ് ഈ 23-ാം സങ്കീർത്തനത്തിലെ 4-ാം വാക്യത്തിൽ പറയുന്നതിന്, ഞാൻ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയാൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി. അപ്പൊ അന്ധകാര ശക്തികൾ വാഴ്ച നടത്തുന്ന സ്ഥലത്തിന്റെ അടിയിൽ കൂടെ കയറിപ്പോയാലും എനിക്ക് പേടിയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അപ്പൊ എനിക്കൊരു വെളിച്ചം ആരാ? ദൈവം. 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതിന്, യഹോവ എന്റെ വെളിച്ചവും യഹോവ എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പൊ യഹോവ എന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് ഞാൻ കൂരിട്ടിന്റെ അടി കൂടെ പോയാൽ എനിക്ക് പ്രശ്നമില്ല. ആമേൻ. അതെ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പ്രകാശവും നിങ്ങൾക്ക് വിടുതൽ ദൈവം തരുന്നു. മാത്രമല്ല, നിങ്ങൾ ഒരു പ്രകാശമായി മാറുകയാണ്. യെസ്, പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കാം. ഇരുട്ടിന്റെ അധികാരത്തിന് ദൈവം നിങ്ങളെ വിടുവിച്ചു. ഇനി ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല, വാഴ്ചയില്ല. ആമേൻ. പറ, യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ യേശുവിന്റെ മകൻ, യേശുവിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഇനി ഇരുളിന് എൻ്റെ മേൽ വാഴ്ചയില്ല, അധികാരമില്ല. അവന്റെ യാതൊരു ശക്തിക്കും, ഒരു പിശാചിന്റെ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് എൻ്റെ മേൽ അവകാശമില്ല. അത് എൻ്റെ നാളുകളായുള്ള രോഗശക്തിയാകട്ടെ, ശാപമാകട്ടെ, അത് കടഭാരമാകട്ടെ, തകർച്ചയാകട്ടെ, മുന്നേറാൻ കഴിയാതെ എൻ്റെ ഭാവി ബന്ദ് ചെയ്തതുപോലുള്ള സാഹചര്യമാകട്ടെ, എല്ലാം യേശുവിന്റെ നാമത്തിൽ വെളിച്ചത്തിന് വഴി മാറട്ടെ. ഇരുട്ടിന്റെ ശക്തികളെല്ലാം മാറിപ്പോകട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ അവിടുന്ന് മനസ്സ് തുറന്നു കൊടുത്ത, ഹൃദയം തുറന്നു കൊടുത്ത ഈ മക്കളുടെ ജീവിതത്തിൽ ഇനി ഒരു ഇരുളിന്റെ വാഴ്ചകളും അധികാരം നടത്തരുത്. യേശുക്രിസ്തു ഇവരുടെ ഹൃദയത്തിലേക്ക് വന്നു, യേശു ഇവരുടെ ഹൃദയത്തിൽ വാഴുന്നു എങ്കിൽ ഇനി ഇരുട്ടിന് ഇവരുടെ മേൽ വാഴ്ചയില്ല, അധികാരമില്ല. കർത്താവേ, എല്ലാ പാരമ്പര്യ ശാപങ്ങളും അന്ധവിശ്വാസങ്ങളും ഇവരെ സ്വാധീനിക്കാനായി മന്ത്രവാദവും ആവിചാരവും ദുഷ്കർമ്മ പ്രവൃത്തികളും ഉണ്ടെന്നുള്ള ഇവരുടെ ചിന്തകൾ മാറിയിട്ട് ഇനി ഞങ്ങളെ ഭരിക്കാൻ വരുന്നു, ഞങ്ങളെ നിയന്ത്രിക്കുന്നതും യേശുവാണ് എന്നുള്ള ഉറപ്പ് നൽകണമേ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം സകലത്തിനും ജയം. യേശുവിനെ കീഴടക്കുവാൻ ഒരു മന്ത്രവാദ ശക്തിയും കഴിയില്ല. യേശു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കും. ഈ മക്കളെ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. കർത്താവ് നാളുകളായി കീഴടക്കിയ ഇരുട്ടിന്റെ വാഴ്ചകളായ പാപശക്തികളിൽ നിന്ന്, അഡിക്ഷനുകളിൽ നിന്ന്, രോഗശക്തികളിൽ നിന്ന്, മാറി മാറി അടിക്കടി ഭവനത്തിൽ കയറി വരുന്ന രോഗശക്തികളിൽ നിന്ന്, കടഭാരങ്ങൾ, സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, ആ ഇരുളിന്റെ വാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ വചനം ആരൊക്കെ കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നു, അവിടെ മേൽ ഇരുട്ടിന്റെ മുഴുവൻ അധികാരങ്ങളും ഇപ്പോൾ വേരോടെ പറഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. കർത്താവ് ഇവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഇവർ വെളിച്ചത്തിന്റെ മക്കളാകട്ടെ, ഇവർ വെളിച്ചമായി മാറട്ടെ. ആമേൻ. അത് സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും വിടുതൽ കൊണ്ടുവരും. വീണ്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ വചനം എടുത്ത് കേൾക്കണം, നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങൾ തരും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു.
ഹാവ് എ ഡിലൈറ്റ്ഫുൾ ഡേ.